ഉമ്മൻചാണ്ടി കാലത്തതിനേക്കാൾ കൂടിയ പെൻഷൻ, ക്ഷേമ പെൻഷൻ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നുവെന്നും സ്വാഭാവികമായും വലിയൊരു ഭരണ നേട്ടമായി അതത് കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ പറയുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ടതുമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ഷേമമായാലും വികസനമായാലും പറയേണ്ടതും. പക്ഷെ അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ? അതുകൊണ്ടൊന്നല്ല. എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനു വേണ്ടി നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും. ഒന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതാനുഭവമാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളയുന്ന ആള് വരും. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 62 ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് 2016 ഈ സംഭവത്തോടു കൂടി ആ ജാഥ തന്നെ, വികസന മുന്നേറ്റ ജാഥ തന്നെ ഒരു പരിഹാസ ജാഥയായി മാറി എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. അവർക്കൊക്കെ പിന്നെ എന്താ പണി? അതിൽ അവർ ഏത് രീതിയിലും പറഞ്ഞോട്ടെ, അതിലൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും താങ്കൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറയണം. ഞാൻ അതിന് സമയം തരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാട്ടോ ഞാൻ ഇടപെടുന്നത്. സജീഷ്, ഒറ്റ ക്ലാരിറ്റിയും കൂടെ. പിന്നെ ചുരുട്ടിക്കടക്കണ് PR എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ. നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്ത റാഷിദ. ഞാൻ എണീക്കുകയാണ് കേട്ടോ. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. റാഷിദേ, ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്ത. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ. എനിക്കതിന് താല്പര്യമില്ല. കാരണം ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട 2 തരാൻ തന്നു. അതുകൊണ്ട് ഞാൻ ഇരിക്കണോ അല്ല, താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം. താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതിനൊന്നും ഞാൻ തടസ്സമല്ല. എനിക്ക് പറയാൻ സ്വതന്ത്രമായി സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ചർച്ചയിൽ ഞാൻ തുടരും. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താങ്കൾ എന്റെ ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ്. ഞാൻ എന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും താങ്കൾ കാണിക്കൂ. എനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്. എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കും. പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞോളൂ. അതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ ശ്രീ സജീഷ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്കുള്ള ഒരു വേർഷൻ പറയാൻ പോലും മനോരമയിലൊന്നും അനുവദിക്കാറില്ല. എങ്കിലും കിട്ടാവുന്ന സമയം വെച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? ഈ ജാഥ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കൈയോടെ പിടികൂടി നോക്കാമെന്ന് കരുതിയത്. അതിൽ അലോസരമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അലോസരപ്പെട്ടിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ല. ഞങ്ങളുടെ ഏക മാർഗമാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഈ ടെലിവിഷൻ സംവാദമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു അബദ്ധ ധാരണ മാത്രമാണ്. അരിഷ്ടിച്ച് നൽകുന്ന സമയത്തിനിടയിലൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് ചോദിച്ചിട്ട് പോലുമില്ല. സുഹൃത്തെ, ഇതായിരുന്നു PR എന്ന് നിങ്ങൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് PR പറയൂ. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എനിക്ക് സ്വസ്ഥമായി കുറച്ച് സമയം അനുവദിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഒരു PR സംഘടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്കവിടെ. PR ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു വ്യക്തി ചോദ്യം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ. ആ ചോദ്യം എന്തായിരുന്നു? എന്താണ് കേരളം ഇങ്ങനെ വികസിക്കുന്നത് മറ്റിടത്തൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ഈ ഇന്ത്യയിൽ ഈ കേരളം മാത്രം ഇങ്ങനെ വികസിക്കുന്നു എന്ന്
പുറത്തുനിന്ന് അവർ കൊണ്ടുവന്ന ഒരാൾക്ക് തന്നെ ചോദിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ഒരു ബംഗാളിൽ നിന്ന് വന്ന വ്യക്തിക്ക് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഷാഫി പറമ്പിൽ അപ്പുറം പറയുന്നതിന് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞ സീനൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് PR എന്ന് പറയുന്നത്. അപ്പുറം ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഒരു വീട്ടിൽ ഓടിപ്പോയി പഴയ മോഹൻലാൽ ചിത്രം ഓർമ്മിക്കുന്ന രീതിയിൽ കപ്പ വെന്തോ എന്ന് നോക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെയാണ് PR എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയ നമ്മുടെ 1970-80 കാലഘട്ടത്തിലെ സിനിമയിൽ മോഹൻലാലും മറ്റും അവതരിപ്പിച്ച രാജാവിന്റെ മകനാണ് സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലത്തുള്ള PRകളാണ്. ആ PRകൾ ആവർത്തിക്കാനാണ് ഇപ്പോൾ കനകോലു ഇവിടെ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ PR ഇവര് വളരെ അബദ്ധമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് PR എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. കാര്യമില്ല, അത് ആളുകളുടെ മുന്നിലുണ്ട്. എന്നെ ഇപ്പോൾ ആണോ വിളിച്ചതിന് ശേഷമാണോ എന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ഉൾപ്പെടെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത വളരെ കൃത്യമായി കണ്ടിട്ടുണ്ട്. അപ്പുറത്ത് പിന്നെ വേറെ വടകരയിലെ ഒരു വീഡിയോ കണ്ട ആളുകൾ ഞെട്ടിപ്പോകും. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പായല്ലേ? ഇങ്ങനെ എന്തോ ഒരു എന്താണ് വാദ കൂടിയതുപോലെ ആളുകൾക്കിടയിൽ കൂടെ ഓടുന്ന ഒരു ഷാഫി പറമ്പിലിന്റെ ചിത്രമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ PR എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരു സിനിമ ഡയലോഗ് ഓർമ്മ വന്നേ, മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി. മൊയ്തീനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത്. ഒരു മടുപ്പൊക്കെ ഇല്ല മാഷെ ഇതൊക്കെ ചെയ്യുന്നതിന്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. ഭാഗ്യം കൊണ്ട് മൊയ്തീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് പോലും. അപ്പോൾ വെറുതെ ഇത് നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയാൻ പാടില്ല. PR പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ, അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ യാഥാർത്ഥ്യബോധം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുമ്പോൾ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ? അല്ലേ? അത് ഞാൻ പറയുന്നു എതിർക്കാൻ പറ്റാത്തതിന്റെ ദേശീയ മുഖത്ത് നോക്കട്ടെ. ന്യൂയോർക്കിൽ പോയി വാടകയ്ക്ക് എടുത്ത ഒരു ഇരുമ്പ് കസേരയിൽ ടൈം സ്ക്വയറിൽ പിണറായി വിജയൻ ഇരുത്തിയല്ലോ. നിങ്ങൾ മറ്റേ ബ്രിട്ടനിൽ പോയി മറ്റേ മണിയടിച്ചല്ലോ, മറ്റേ എന്താ കിഫ്ബിക്ക് ഫണ്ടുണ്ടാക്കാനെന്നും പറഞ്ഞിട്ട്. പാകാവാത്ത ഒരു കോട്ട് പിണറായി വിജയനെ കൊണ്ട് ഇടിയിച്ച ആ മനുഷ്യനെ നാണം കെടുത്തില്ലേ നിങ്ങൾ? അത് പിന്നെ അതെന്ത് പരിപാടിയായിരുന്നു? അതിന്റെ പേര് PR എന്നാണോ? അതൊന്നും ആലോചിക്കണം. അമേരിക്ക പോലും കേരളത്തിലേക്ക് വിളിച്ച് കോവിഡിന്റെ സമയത്ത് മാസ്ക് ഉണ്ടോ, PPE കിറ്റ് ഉണ്ടോ, മരുന്നുണ്ടോ, വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്? അന്ന് നിങ്ങൾ കോവിഡിനെ പിടിച്ചു കെട്ടി, നിപ്പയെ പിടിച്ചു കെട്ടി, അമീബിക് മസ്തിഷ്ക ജ്വരം പിടിച്ചു കെട്ടി, വൈറോളജി ലാബ് കൊണ്ടുവന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കോവിഡ് ഉണ്ട്, നിപ്പയുണ്ട്, മസ്തിഷ്ക ജ്വരമുണ്ട്, വൈറോളജി ലാബ് കൊണ്ടുവന്നില്ല. എന്തൊക്കെ തള്ളലായിരുന്നു, എന്തൊക്കെ തള്ളല്! അതിനെയാണ് PR എന്ന് പറയാ. ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകാത്ത, അവർക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം ചെലവഴിച്ച്, സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രചരണം നടത്തുന്നതിനാണ് PR എന്ന് പറയാം. സോറി, കള്ളന്മാരാ.